ഈ വീഡിയോ കണ്ടോണ്ടിരിക്കണം നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ല. ഞാൻ ഉള്ള കാര്യം വെട്ടി തുറന്ന് പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് സുഹൃത്തുക്കളെ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരു ചെറിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. റിവ്യൂ എന്ന് പറഞ്ഞാൽ എൻ്റെതായ ഒരു ഒപ്പീനിയനാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് സുഹൃത്തുക്കളെ. ഈ ബിഗ് ബോസ് മലയാളം സീസൺ 7 മത്സരാർത്ഥികളായിട്ട് കയറി വന്ന ആളുകളെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കപ്പടിക്കാൻ എന്തുകൊണ്ട് യോഗ്യനായിട്ടുള്ള മത്സരാർത്ഥി അത് അനീഷ് തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. കമൻറ്റ് ബോക്സിൽ കണ്ണി കണ്ട അനാവശ്യമില്ലാത്ത വാക്കുകളൊന്നും ഉപയോഗിക്കരുത്. ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞാനത് റിമൂവ് ചെയ്യും. നിങ്ങളുടേതായ ഒപ്പീനിയൻ ജെന്യുവനായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ ഇത്രയും ദിവസമായി, അതായത് 10-70 ദിവസം കഴിഞ്ഞു സുഹൃത്തുക്കളെ. ഈ 70 ദിവസത്തിൻ്റെ അത് കമ്പയർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഈ അനീഷ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ അനലൈസ് എടുത്ത് നിങ്ങളൊന്ന് നോക്കി നോക്ക്. എന്ത് മേഖലയിൽ നോക്കി കഴിഞ്ഞാലും പുള്ളിക്കാരൻ്റെതായ ഒരു മാർക്ക് അവിടെ ഇട്ടിട്ടുണ്ട്. ഒരു മാർക്ക് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 100-ൽ 80% വെച്ച് പുള്ളിക്കാരന് എല്ലാ മേഖലയിലും കൊടുക്കാൻ പറ്റുന്നുണ്ട്. ബഹുമാനം, സ്ത്രീകളോട് പറയണ ആ ഒരു വാക്കുകൾ എല്ലാം കൂടി മാർക്ക് എഴുതിയിട്ട് തന്നെയാണ് നമ്മുടെ ബിഗ് ബോസ് അവിടെ വിലയിരുത്തണത്. അതായത് ബിഗ് ബോസ് മാത്രമല്ല വിലയിരുത്തുന്നത്, ഇക്കണ്ട ജനങ്ങൾ, കോടിക്കണക്കിന് ജനങ്ങൾ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ലൈവായിട്ട് കാണുന്നവരുണ്ട്, എപ്പിസോഡ് കാണുന്നവരുണ്ട്. പിന്നെ ബിഗ് ബോസിൻ്റെതായ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ ഇരിക്കുന്നുണ്ട്. അത്രമാത്രം കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഇത്രയും വലിയൊരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് ഷോ നടത്തിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ ഒരു ഷോൻ്റെ നിലവാരം തന്നെ ഇല്ലാതാക്കാനായിട്ടുള്ള മത്സരാർത്ഥികളാണ് ഈ പറയുന്ന ആദില എന്ന് പറയുന്ന പുള്ളിക്കാരി. വായ എടുത്ത് കഴിഞ്ഞാൽ പറയുന്ന വർത്തമാനങ്ങൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? ആർക്കെങ്കിലും ഈ പുള്ളിക്കാരിനെ ഇഷ്ടമാവുമെന്ന് ചോദിച്ചാൽ എനിക്കിഷ്ടമല്ല. ആ അനീഷിൻ്റെ നടുമ്പുറം നോക്കിയിട്ട് അടിച്ചു വായിൽ തോന്നിയ പറയുന്ന വർത്തമാനത്തിന് ഒരു ഉളുപ്പില്ല. ബിഗ് ബോസ് ഒട്ടിച്ചു കൊടുത്ത അനീഷിന് പേരെഴുതിയിട്ടുള്ള ആ ഒരു സ്റ്റിക്കർ വലിച്ചു കീറി കളഞ്ഞു. ആ പുള്ളിക്കാരൻ ഉറങ്ങുമ്പോൾ ആ പുള്ളിക്കാരനെ എന്തൊക്കെ കോപ്രായത്തരങ്ങൾ കാട്ടിയിട്ടുണ്ട്. ആ പാവം പിടിച്ച മനുഷ്യനെ ഒന്നിനോടും പ്രതികരിക്കുന്നില്ല. പച്ചയായ ഒരു മനുഷ്യനാണ് അയാൾ മിണ്ടാതിരിക്കും തോറും അയാളെ പോയിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റുള്ള ആളുകൾ. ഈ ഷാനവാസ് എന്ന് പറയുന്ന അതായത് രക്തം കുടിക്കുന്ന ഈ രക്തരക്ഷസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സിനിമകളൊക്കെ കണ്ടിട്ടില്ലേ, അതേപോലത്തെ ഒരു മനുഷ്യനായിക്കൊണ്ടിരിക്കുകയാണ് ഈ സുഹൃത്തുക്കൾ. ഈ പുള്ളിക്കാരൻ രക്തം കുടിക്കണില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഈ അനീഷിൻ്റെ കൂടെ നടന്നിട്ട് അനീഷിൻ്റെ വോട്ട് മാത്രം മിണുങ്ങാൻ വേണ്ടിയിട്ട് നടക്കുകയാണ് ഇയാൾ. എടോ ഷാനവാസെ, താൻ ഒറ്റയ്ക്ക് കളിക്കേ. ലാലേട്ടൻ എന്ന് പറയണ ആ ഒരു മഹാൻ, അതായത് ലെജൻഡ്, ആ പുള്ളിക്കാരനൊന്ന് കാണാൻ, ആ പുള്ളിക്കാരൻ്റെ അടുത്ത് നിന്നൊരു ഫോട്ടോ എടുക്കാനായിട്ട് കൊതിക്കുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ടായില്ല ഒരാളാണ് ഞാൻ. അത്രമാത്രം റെസ്പെക്റ്റോട് കൂടിയിട്ട് ഞാൻ പറയാണ്, താൻ ചെയ്തത് വളരെ മോശമായി പോയി ഷാനവാസെ. ലാലേട്ടൻ വന്നിട്ട് ഇന്നലെ 4 വർത്തമാനം അങ്ങോട്ട് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ കരഞ്ഞു സിറ്റുവേഷനിലേക്ക് എത്തി. ഒരു വാക്കും കൂടി ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഷാനവാസ് അവിടെ പൊട്ടി തകർന്ന് കരഞ്ഞ് തവിട് പൊടിയായിട്ടുണ്ടാവും. അത്രമാത്രമായി. അനീഷ് മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേട്ടാ ഷാനവാസേ, നീ കൊച്ചു കള്ള, നീ ഇങ്ങനെ കരയിലൊക്കെ നിൻ്റെ അഭിനയം ആടാന്ന്. പക്ഷേ ഇന്നലെ ഷാനവാസ് കണ്ണുനീരിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. അതെന്തുകൊണ്ടാണെന്നറിയോ? ഈ പാവം പിടിച്ച അനീഷിനെ ഇത്രയും മാത്രം താൻ ഈ പാട്ട ഗേൾസിൻ്റെ ഒപ്പം കൂട്ടം കൂടിയിട്ട് ആക്രമിക്കുകയാണ് അനീഷിനെ. അതിനുള്ള ശിക്ഷ ദൈവം തന്നതാണ്. ലാലേട്ടനൊക്കെ അത് കാണുന്നുണ്ടോ ഈ ചെയ്യണ പരിപാടികളും കാര്യങ്ങളൊക്കെ? ആ പുള്ളിക്കാരനൊരു മനുഷ്യനാണ്. ഈ ബിഗ് ബോസ് എന്ന് പറയണ ഷോ ആ പുള്ളിക്കാരന് ലൈവായിട്ടായാലും എപ്പിസോഡായാലും അദ്ദേഹം കാണുന്നുണ്ടാവും. മനസ്സിലാവുണ്ടോ? വെറുതെ വന്നിട്ട് 4 വർത്തമാനം പറഞ്ഞിട്ട് പോവല്ല. ബിഗ് ബോസിൻ്റെ കപ്പ് ഈ മത്സരാർത്ഥികളെ വെച്ച് നോക്കുമ്പോൾ അനീഷ് ബ്രോയ്ക്കാണ് ഏറ്റവും കൂടുതൽ യോഗ്യത എടുക്കാൻ വേണ്ടിയിട്ട്. അതല്ല മത്സരാർത്ഥികൾക്ക് കൊടുക്കുന്നില്ല വിചാരിക്കുകയാണെങ്കിൽ ലാലേട്ടന് കപ്പ് കൊടുക്കണം. ലാലേട്ടന് കപ്പ് കൊടുക്കാനാണെങ്കിൽ എനിക്ക് വളരെ സന്തോഷമാണ്. കാരണം ആ പുള്ളിക്കാരൻ ഈ എല്ലാ ശനിയും ഞായറും ഉള്ള എപ്പിസോഡുകളിൽ വന്നിട്ട് മത്സരാർത്ഥികളെ പൊരിച്ച് അടുക്കിയിട്ട് ആ ഒരു ഷോൻ്റെ നിലവാരം ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അത് ആ മനുഷ്യൻ്റെ ഒരു മനസ്സിൻ്റെ നന്മയാണ്. ഈ ഷാനവാസ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഇത്രയും ദിവസം അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ലാലേട്ടൻ കൊടുത്ത ആ ഒരു എന്താ പറയുക, ആ ലാലേട്ടൻ കൊടുത്ത ഒരു ഇതിലാണ് ആ പുള്ളിക്കാരൻ നിൽക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കുക, ഈ ലക്ഷ്മീനെ പറയണ മോശപ്പെട്ട വാക്കുകൾ എത്ര വട്ടമായി ലാലേട്ടൻ വാണിങ് കൊടുക്കണം. വാണിങ് കൊടുക്കണമെങ്കിലും ഒരു വില കാണിക്കണ്ട എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ. ഏത് നേരവും ഈ സ്ത്രീകളോട് വളരെ മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുക. ഇവരുടെയൊക്കെ വിചാരം ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ കയറി ഫിസിക്കൽ അസാൾട്ട് ചെയ്താൽ മാത്രമേ പുറത്താക്കുള്ളൂ എന്നാണ്. പക്ഷെ അവിടെ തെറ്റുപറ്റി. അങ്ങനെയൊന്നും അല്ല. വളരെ മോശമായിട്ടുള്ള വർത്തമാനം പറഞ്ഞു, എന്താ പറയുക, അത്രയും മാത്രം വാണിങ് കിട്ടി കഴിഞ്ഞാൽ എടുത്ത് പുറത്താക്കും. ബിഗ് ബോസിന് ഇങ്ങനെ മുന്നറിയിപ്പും കാര്യങ്ങളൊന്നും ഇല്ല. അവരൊരു ലിസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അതിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ബിഗ് ബോസിൻ്റെതായ റൂൾസുകളുണ്ട്. ബിഗ് ബോസിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ തല്ലി പൊട്ടിക്കുകയാണെങ്കിൽ ആണെങ്കിൽ പിടിച്ച് പുറത്താക്കാം. ഈ ഷാനവാസിനൊക്കെ സത്യം പറഞ്ഞാൽ എപ്പോഴേ ബിഗ് ബോസിന് പുറത്താക്കായിരുന്നു. നേരിട്ട് അവർക്ക് നടപടി എടുക്കാം. അപ്പോഴും ചെയ്യാത്ത എന്താണെന്നറിയോ? ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുവിധ ആളുകളുണ്ട്. ഷാനവാസ് ഇന്നില്ലെങ്കിൽ നാളെ നന്നായി വരും, നല്ലപോലെ ഗെയിം കളിക്കുന്നുള്ളൊരു പ്രതീക്ഷയാണ്. ആ ഷാനവാസ് അത് ചെയ്യാണ്ട് ഈ പട്ടായ ഗേൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അനുമോള്, ആദില, നൂറ, ഇങ്ങനെ ഒരു ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പിൻ്റെ ഒരു തലവനാണ്, കപ്പിത്താനാണ് ഈ ഷാനവാസ്. എടാ ഷാനവാസെ, താൻ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ പോയി ഇത് പാട്ട ഗേൾസിൻ്റെ ഒപ്പം കൂട്ടം കൂടിയിട്ട് അനീഷിനെ ആക്രമിക്കാനാണോ? മറ്റുള്ള മത്സരാർത്ഥികളൊക്കെ പോയി. ഇനി ആകെ 10-11 പേരുള്ളൂ. ഇന്നിപ്പോൾ ആരാണ് എവിക്റ്റഡ് ആയി പോകാമെന്ന് എനിക്കറിയത്തില്ല. ഇനി 10 പേര് ബാക്കിയുണ്ടാവും. ഈ 10 പേര് നിന്നിട്ട് നല്ല രീതിയിൽ ഇനിയെങ്കിലും കളിക്കാൻ വേണ്ടിയിട്ട് താനൊന്ന് ശ്രമിക്കുക.
തന്നോടൊന്നും എനിക്ക് ഒരു വ്യക്തിപരമായിക്കോ ഒരു കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ആ ഒരു ഷോനെ ഞാൻ കാണുന്നത് സത്യസന്ധമായിട്ടാണ് കാണുന്നത്. ആ ഷോയിൻ്റെ ഉള്ളിലേക്ക് കയറി പോകാൻ വേണ്ടി എത്രയോ ആളുകൾ കൊതിക്കുന്നുണ്ടെന്ന് പറയാം. അതിലൊരാളാണ് ഞാൻ. ഇവരെ പോലെയുള്ള മറവാഴയായിട്ടുള്ള മത്സരാർത്ഥികൾക്ക് അവസരം കിട്ടുമ്പോൾ എന്നെപ്പോലെയുള്ള ഒരാളുകൾക്ക് അവസരം നിഷേധിക്കുകയാണ് സത്യം പറഞ്ഞാൽ. എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, നല്ല രീതിയിൽ കണ്ടന്റ് കൊടുക്കാൻ ആഗ്രഹമുണ്ട്. ഇവർ ഈ കാണിച്ചു കൂട്ടുന്ന കോപ്രായത്തരങ്ങളും ഒരു കണ്ടന്റ് എന്താ കൊടുക്കേണ്ടത്? ബിഗ് ബോസിലേക്ക് പോണത് എന്തിനു വേണ്ടിയിട്ടാണ് പോണത്? എടോ, ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ എന്ന് പറഞ്ഞാൽ ഒരു മൈൻഡ് ഗെയിമാണ്. മറ്റുള്ള മത്സരാർത്ഥികളെ മൈൻഡ് മനസ്സിലാക്കിയിട്ട് ആ ഒരു ബിഗ് ബോസിൻ്റെ ഉള്ളിലുള്ള ഒരു അച്ചടക്കമുണ്ട്. ആ അച്ചടക്കത്തിൻ്റെ ഉള്ളിൽ നിന്നിട്ട് പ്രേക്ഷകരുടെ മനസ്സിലേക്ക് എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരിൽ നിന്ന് വോട്ട് മേടിക്കുക. അതൊക്കെയാണ് ഒരു പ്രധാന ഘടകം. അല്ലാതെ താൻ ഈ തെറിയും അനാവശ്യമില്ലാത്ത വാക്കുകളും പറഞ്ഞ് ഇന്നലെ ആര്യനെ പോയിട്ട് തല്ലണ പോലെ ഉന്തി ആ അനീഷ് എന്ന് പറയുന്ന അയാൾ വന്നിട്ട് ഈ പറയുന്ന ഷാനവാസിനെ സപ്പോർട്ട് ചെയ്തിട്ട് വലിച്ചു മാറ്റി കൊണ്ടുപോയില്ലെങ്കിൽ ഷാനവാസ് ചിലപ്പോൾ ആര്യനെ പിടിച്ച് അടിക്കും. അടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ബിഗ് ബോസ് പിടിച്ച് പുറത്താക്കും. ഈ ആദിലയുടെ കൈ മാഞ്ഞടിച്ചപ്പോൾ ആദില മുണ്ടിയില്ല. ആദില നന്മമര അവിടെ കളിച്ചു. ആദിലയുടെ മേത്ത വേറെ ആരെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ ആദില കടന്നു വെപ്രാളം അടിച്ചിട്ട് റിയാസ് സലീം ചെയ്തമാതിരി അപ്പീൽ ചെയ്തിട്ട് ആ റോബിനെ പുറത്താക്കിയില്ലേ, അതേപോലെയുള്ള പരിപാടി ഈ പുള്ളിക്കാർ ചെയ്യും. ആദിലേക്ക് ആരാണെങ്കിലും തല്ലാം, ഒരു വിഷയമല്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ആദിലയുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ എനിക്ക് അരിശ. എനിക്ക് നല്ല രീതിയിൽ ദേഷ്യം വരും. ലക്ഷ്മി പറഞ്ഞത് 100-ൽ 150% ഞാൻ പറയാൻ കേട്ടോ. ലക്ഷ്മി പറഞ്ഞ ആദിലേനെ നൂറേനെ വീട്ടിൽ കയറ്റില്ല. ഞാൻ നൂറയുടെ കാര്യം എടുത്തിടുന്നില്ല. നൂറ എന്ന് പറയുന്ന മത്സരാർത്ഥി നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട്, പറ്റണ പോലെയൊക്കെ സംസാരിക്കുന്നുണ്ട്. ഈ ആദിലയുടെ പോലെ വായിക്ക് തോന്നിയ പോലെ വർത്താനം പറഞ്ഞ് വെറുപ്പിക്കുന്ന രീതിയിൽ കാണിക്കുന്നില്ല. അതുള്ള കാര്യം തന്നെ ഞാൻ പറയുന്നത് കേട്ടോ സുഹൃത്തുക്കളെ. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണം നിങ്ങൾ എത്ര പേര് വീഡിയോ കാണുന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് നിങ്ങളുടേതായ ഇതിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. ഈ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ബട്ടണും കൂടി ഒന്ന് അമർത്തിയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എന്തായാലും ഇനി കുറച്ച് ദിവസങ്ങളും കൂടി ബാക്കിയുള്ളൂ. ഈ കഴിഞ്ഞ പോയ 6 സീസണുകൾ വെച്ചെടുത്ത് നോക്കുകയാണെങ്കിൽ ഈ സീസൺ നല്ല രീതിയിൽ TRP കുറവാണ് സുഹൃത്തുക്കളെ വന്നിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബിഗ് ബോസ് ഇത്രയും മാത്രം കാശ് ചിലവാക്കി ഒരു ഷോ നടത്തി സ്വന്തമായിട്ടൊരു വീടൊക്കെ നിർമ്മിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഈ മത്സരാർത്ഥികളിൽ നിന്നും എന്തെങ്കിലും ഒരു നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവ് കണ്ടന്റ് കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കും. ഒരു ഷോ ആകുമ്പോൾ അവിടെ ലവ് കോംബോ ഉണ്ടാവും, പല രീതിയിലുള്ള കോംബോകൾ ഉണ്ടാവും. അങ്ങനെ കോംബോകൾ വരുമ്പോഴാണ് ആ ഒരു ഷോയ്ക്ക് ഒരു ഇത് വരിക. ഈ പ്രാവശ്യം ലവ് കോംബോ ഇല്ല. പകരം ഈ പാട്ടാ ഗേൾസിൻ്റെ ഒരു മൂവർ സംഘം ഫോർത്ത് പീപ്പിൾ പോലത്തുള്ള കളികളൊക്കെയാണ്. ആ ആര്യൻ എന്ന് പറയുന്ന വ്യക്തി എന്തോ ആയിക്കോട്ടെ, ആ പുള്ളിക്കാരൻ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട്, നല്ല രീതിയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ പറയുന്ന മാതിരി ബിഗ് ബോസ് കൊടുത്ത ഒരു ടാസ്ക്കാണ് സീക്രട്ട് ടാസ്ക്. ആ ഒരു ടാസ്ക് എത്ര മനോഹരമായിട്ടാണ് ചെയ്തത്. ആ ടാസ്കിൽ വന്ന അക്ബർ, ഈ പറയുന്ന ലക്ഷ്മി, ബിന്നിക്ക് അവസരം ലാസ്റ്റ് കിട്ടി, പക്ഷെ അപ്പോഴേക്കും ഗെയിമൊക്കെ കോളായി. സാബുമാൻ, ഇവരൊക്കെ നല്ല രീതിയിൽ ചെയ്തില്ലേ. ഒരു ഷാനവാസിന് സംശയം, എടോ ഷാനവാസെ ഈ സംശയരോഗം വെച്ചിട്ടൊക്കെ ഈ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങളൊന്നും നടക്കില്ല. താൻ മെയിനായിട്ട് ഒരു കാര്യം മനസ്സിലാക്കണം. ഈ കഴിഞ്ഞു പോയ മണ്ണിൻ്റെ ഉള്ളിൽ കുഴിച്ചിട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ താൻ ഈ പൊടിയും തട്ടി എടുക്കാൻ നോക്കണം. എന്തിനാ? ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ആ കുറച്ച് ദിവസങ്ങൾ നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ നോക്കണം. ലാലേട്ടൻ ഇത് പറഞ്ഞു മടുത്തു. മത്സരാർത്ഥികളോട് പറയുന്നുണ്ട്, നിങ്ങൾ ഈ പഴയ കാര്യം എടുത്തിട്ട് കുത്തിപ്പോക്കല്ല. ആ നെവിൻ്റെ കുറേ കേസുകളുണ്ട്, അതൊക്കെ എടുത്തിട്ട് വീണ്ടും കുത്തിപ്പോക്കിയിട്ടും അവിടെ എവിടെയും പോയിട്ട് ഓരോന്നും പറഞ്ഞിട്ടും ഇപ്പോഴും നെവിനോട് ദേഷ്യമാണ്. നെവിൻ അതൊക്കെ മറന്ന് നെവിൻ്റെതായ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക. അതിനൊക്കെ നെവിനെ സമ്മതിക്കണം കേട്ടോ. നെവിൻ്റെതായ എൻ്റർടൈൻമെൻറ്റ് കൊടുക്കുന്നുണ്ട്. അക്ബറിനെ വെച്ച് നോക്കി കഴിഞ്ഞാൽ അക്ബറൊക്കെ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. അക്ബർ നെഗറ്റീവാണ് പുറത്തേക്ക് കൊടുക്കണമെങ്കിലും അക്ബറിൻ്റെതായ ഒരു ഗെയിം അക്ബർ അവിടെ കാണിക്കുന്നുണ്ട്. അക്ബറിൻ്റെ ഗെയിം തന്നെയാണ്. ഈ ഷാനവാസ് എന്ന് പറയുന്ന ആൾ സത്യം പറഞ്ഞൊരു വാഴയാണ്. ഈ മൈൻഡ് ഗെയിം എന്താണെന്നൊന്നും അറിയില്ല എന്ന് അക്ബറിന് നല്ലപോലെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അക്ബർ പോയിട്ട് ഷാനവാസിനെ ചൂസ് ചെയ്തത്. ഈ അക്ബർ ചൂസ് ചെയ്യുന്ന സമയത്ത് ഷാനവാസ് തലയൊക്കെ ആട്ടി ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ആര്യൻ കംപ്ലീറ്റ് ഇറച്ചി എല്ലും കഷ്ണം വരെ കാണിച്ചു കൊടുത്തു സുഹൃത്തുക്കളെ. എന്നിട്ട് ഈ പറഞ്ഞമാതിരി ആ ബെഡ്റൂമിൻ്റെ അവിടെ പോയിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്ന സമയത്ത് വയറ്റിൽ അടിച്ച് നോക്കുക, ബീറ്റിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്, വൈബ്രേഷൻ കേൾക്കുന്നുണ്ട്. ആ സാധനം മുഴുവൻ കാണിച്ചു കൊടുക്കണം. ഇറച്ചി എല്ലും കഷ്ണം എല്ലാ സാധനങ്ങളും കാണിച്ചു കൊടുത്ത് ഇയാൾക്കത് മനസ്സിലാവണില്ല. 7up കുപ്പി എല്ലാ കാര്യങ്ങളും കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ഗെയിം തന്നെ ഇല്ലാതാക്കി നശിപ്പിച്ച് നാരായണക്കല്ലിടിപ്പിച്ച് ഇയാൾ. എല്ലാ ആളുകളും കിച്ചണിലൊക്കെ വിട്ട് പറയണം, അവിടെ ഒരു സീക്രട്ട് ടാസ്ക് നടക്കുന്നുണ്ട് കേട്ടോ, അവിടെ ഇന്നത് നടക്കുന്നുണ്ട് കേട്ടോ, ഇവിടെ അത് നടക്കുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുക. എന്തുകൊണ്ടാണ് ഈ പറയണ അനീഷ ആയാലും ഈ നെവിനായാലും ഈ ഷാനവാസ് പറയണത് കേൾക്കുന്നില്ലല്ലോ? കാരണം അവർക്കറിയാം ഇങ്ങനെ ഒരു സീക്രട്ട് ടാസ്ക് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളതിൽ പങ്കെടുത്തില്ലെങ്കിലും ആ ഒരു ഷോയിനെ ആ ഒരു ടാസ്കിനെ നല്ല രീതിയിൽ വിജയിപ്പിച്ച് കൊണ്ടുപോകണമെന്ന് അവർക്ക് നല്ല തോന്നലുണ്ട്. അതുകൊണ്ട് അവർ മിണ്ടിയില്ല. ഷാനവാസ് ഇങ്ങനെ പറഞ്ഞു നടക്കുക, ഇവിടെ ഒരു സിഗരറ്റ് നടക്കുന്നുണ്ട്, ആ സൈഡിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്, ഫുഡ് കുറേ വന്നിട്ടുണ്ട്, ഇതാണോടോ തനിക്ക് ആ സീക്രട്ട് ടാസ്കാന്ന് തനിക്ക് നല്ലപോലെ മനസ്സിലായിട്ടുണ്ട്, തനിക്ക് അത് പൊളിച്ചെടുക്കണം. തൻ്റെ വിചാരം ഇത് പൊളിച്ചടുക്കി കഴിഞ്ഞാൽ ലാലേട്ടൻ കൊണ്ടുവന്നിട്ട് തനിക്കൊരു 10 മന്തി അങ്ങോട്ട് എടുത്ത് തരുമെന്ന് വെച്ചിട്ടാണോ ഇങ്ങനെ പറയണത്? ആണോ? ഒരു എൻ്റെ പൊന്നാരി ബിഗ് ബോസ്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ നിങ്ങൾ എന്തിനാണ് ഈ വിളിക്കണത്? എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം തോന്നുകയാണ്.
സ്വന്തമായിട്ടൊരു വീടൊക്കെ നിർമ്മിച്ചിട്ട് ആ ഒരു സീസണാണ്. ഈ ഒരു സീസൺ എത്ര നല്ല കളറായിട്ട് പോകണം. ഒരവസരം നിങ്ങൾ എനിക്ക് തരുമോ അടുത്ത സീസണെങ്കിലും? എന്തായാലും നമുക്കൊന്നും അവസരം കിട്ടുന്നില്ല. വേണ്ട, നമുക്ക് അവസരം കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല. വരുന്ന മത്സരാർത്ഥികളെങ്കിലും നല്ല മത്സരാർത്ഥികളാവട്ടെ സുഹൃത്തുക്കളെ. ആ അനീഷ് എത്ര നന്നായിട്ട് കളിക്കുന്നുണ്ട്. ആ പുള്ളിക്കാരനും കൂടി പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് കോമ്പയും പിടിച്ച് ഇയാൾ നടക്കുക. എടോ, ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജെന്യുവനായിരിക്കണം, ആത്മാർത്ഥമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് വേണം. ഈ അനീഷ് ആത്മാർത്ഥ കാണിക്കുന്നുണ്ട്. തനിക്ക് അനീഷിൻ്റെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ആ ഒരു മഹത്വം മനസ്സിലായിട്ടില്ല. അതാണ് സത്യം. അയാൾ തന്നെ എവിടെയാണോ തള്ളി പറഞ്ഞിട്ടുള്ളത്? ലാലേട്ടനെ മുന്നിൽ വെച്ചിട്ട് താൻ പറഞ്ഞ ആ ഡയലോഗ് ഒരിക്കലും മറക്കത്തില്ല കേട്ടോ. ലാലേട്ടൻ പറയുന്നുണ്ട്, ഇതിൽ ആരാണ് സേവ് ചെയ്യുക അനീഷ ഒരവസരം കിട്ടിയെന്ന് പറയുമ്പോൾ അപ്പ ഷാനവാസ്. മുന്നും പിന്നും നോക്കേണ്ട ആവശ്യം വന്നില്ല. ഷാനവാസിന് പുള്ളിക്കാരൻ തുറന്നടിച്ചു. അതേ ലാലേട്ടൻ തന്നെ തിരിച്ച് ചോദിക്കുകയാണ്, ഷാനവാസിന് അങ്ങനെ ഒരു അവസരം കിട്ടിയെങ്കിൽ എന്താ പറയുന്നത്? അപ്പോൾ പുള്ളിക്കാരൻ മൊത്തം ഒന്ന് നോക്കിയിട്ട് പറയാണ് അനിമോളിന്ന്. അവിടെ അയാൾ ഗെയിം കളിക്കുക ചെയ്യുന്നത്. ഈ പറയുന്ന സീക്രട്ട് ടാസ്കിൻ്റെ ഗെയിം അറിഞ്ഞില്ലെങ്കിലും പുള്ളിക്കാരന് നല്ല മൈൻഡ് ഗെയിം അറിയാം. പക്ഷെ മൈൻഡ് ഗെയിമാണെന്ന് ആൾക്ക് മാത്രമേ അറിയുള്ളൂ, പുറത്തുള്ള ആളുകൾക്ക് മനസ്സിലാവില്ല. എന്തുകൊണ്ടാണ് ഇയാൾ മൈൻഡ് ഗെയിമാണെന്ന് ഇയാൾക്ക് മാത്രമേ അറിയുള്ളൂ. ഇയാൾ കളിക്കണതൊക്കെ മണ്ടൻ ഗെയിമാണ്. മൈൻഡ് ഗെയിം കളിക്കാൻ പറ്റിയ ഒരാൾ. എന്നിട്ട് അനിമോളെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ലാലേട്ടൻ ചോദിച്ചു, അതെന്താ അനീഷിൻ്റെ പേര് പറയാത്തതെന്ന്. അയ്യോ ലാലേട്ടൻ സോറി അനീഷ്. അപ്പോൾ അനിമോൾക്ക് വിഷമാവില്ലേ എന്ന് വെച്ചപ്പോൾ ആൾ കടന്ന് ഉരുളുക. അതായത് അനിമോളെ പറഞ്ഞു കഴിഞ്ഞാൽ അനിമോളുടെ ടീമുകളുടെ വോട്ട് ഇയാൾക്ക് കിട്ടണം. അനീഷിനെ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ആൾക്ക് മനസ്സിലായി. ഇനി അനീഷ് പോകത്തൊന്നുമില്ല എന്ന്. എന്നാൽ അഥവാ പോവുകയാണെങ്കിൽ അനീഷിൻ്റെ വോട്ട് കിട്ടും വേണം. എടോ, ഈ ഇരട്ടത്താപ്പൻ്റെ സ്വഭാവം കാണിക്കില്ലേ? ഒരു തോണിയിൽ ഇടുമ്പോൾ ഒരു തോണിയിൽ താൻ ഈ 10 തോണിയിൽ എത്ര തോണിയാണ് പോകുന്നത്? പാട്ട ഗേൾസ് കുറേ തോണിയുണ്ട്. എത്ര തോണിയാണ് താൻ തുഴഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് 5 തോന്നില്ലേ? ബിഗ് ബോസ് മലയാളം സീസണിൻ്റെ ഫൈനൽ 5 ഈ പറയുന്ന ഷാനവാസൊക്കെ ഉണ്ടാവണമെന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ച ഒരാളാണ്. പക്ഷേ ഈ പുള്ളിക്കാരൻ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഉണ്ടാവുമെന്ന് തോന്നില്ല സുഹൃത്തുക്കൾ. ഇനിയെങ്കിലും എൻ്റെ പൊന്നാര ഷാനവാസ്ക നല്ലപോലെ ഗെയിം കളിച്ച് നല്ല രീതിയിൽ വായോ. എന്നെക്കൊണ്ട് ഇനിയാണെങ്കിലും പറ്റും. താനൊന്ന് ശ്രമിക്കുക. എനിക്ക് അത്ര പറയാനുള്ളൂ. ഈ വീഡിയോ താൻ വന്നിട്ടാണെങ്കിലും ഞാൻ ചിലപ്പോൾ ചാനലിൽ ഉണ്ടെങ്കിൽ കാണുമായിരിക്കും. ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിരിക്കുന്ന ലൈക്ക് അടിക്കുക, സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എൻ്റെ റിവ്യൂ ഒക്കെ ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ വെട്ടി തുറന്ന് പറയും. ഇത് കട്ടിങ്ങും ഷേവിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. ഉള്ളത് വെട്ടി തുറന്ന് അങ്ങോട്ട് പറഞ്ഞു പോകും ഞാൻ. ഓക്കെ. അപ്പോൾ എൻ്റെ സ്റ്റേ എന്ന് പറഞ്ഞാൽ ആൾക്കാരോട് ഒത്തിരി നന്ദിയുണ്ട്. പുതിയതായിട്ട് തുടങ്ങിയ ചാനൽ, എൻ്റെ ചാനലൊക്കെ പോയി, ഇപ്പോൾ ചാനലുകളൊന്നും ഇല്ല. അപ്പോൾ ഒരു പുതിയതായിട്ട് തുടങ്ങിയൊരു ചാനലാണ്. 2 ദിവസം കൊണ്ട് 10-700 സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾ തന്നു. എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്, ഹൃദയത്തിൽ തട്ടി നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്ന ആൾക്കാരെ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മസ്റ്റായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു റിവ്യൂ ആയിട്ട് ഉടനെ വരാം ഞാൻ. ഓക്കെ.